ബിഗ് ബോസ് മലയാളം സീസൺ 7 53-ാം എപ്പിസോഡിന്റെ റിവ്യൂ ആണ്. നമുക്കറിയാം ബിഗ് ബോസ് വീടിനുള്ളിൽ വീണ്ടും വീക്ക്ലി ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഈ ആഴ്ച ബിഗ് ബോസ് വീട് ഒരു ബോട്ടിൽ ഫാക്ടറിയായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ 2 ടാസ്കുകൾ ഇന്നലെ നടന്നിരുന്നു. ആ 2 ടാസ്കും നല്ല ഒന്നാം തരമായി നശിപ്പിച്ച് കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ന് 3-ാം ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ ടാസ്ക് എങ്കിലും ഒരുമാതിരി മര്യാദയ്ക്ക് ചെയ്യുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, പക്ഷേ അതും നശിപ്പിച്ചിട്ടുണ്ട്. ആ ടാസ്ക് നശിപ്പിച്ചതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും അനീഷിന് മാത്രമാണ്. അനീഷ് വാസ്തവത്തിൽ ഒരുമാതിരി പട്ടി ഷോ കാണിക്കുന്നത് പോലെയായിരുന്നു ഇന്നത്തെ ടാസ്കിൽ പെർഫോം ചെയ്യുന്നത് കണ്ടത്. ഏറെക്കുറെ ഇന്നലെയും ഇതുപോലൊക്കെ തന്നെയായിരുന്നു അനീഷിന്റെ പെർഫോമൻസ് എങ്കിലും ഇന്നലത്തെ കാര്യങ്ങളിൽ ന്യായം അനീഷിന്റെ ഭാഗത്തുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. അന്യായമായിട്ട് തന്നെ അനീഷ് വല്ലാത്ത പ്രകടനങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പട്ടി ഷോകൾക്കെല്ലാം ഉള്ള കൃത്യമായ മറുപടി വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരുമ്പോൾ ചോദിക്കും. ഒരുപക്ഷെ കഠിനമായ ചില ശിക്ഷാവിധികൾക്ക് അയാൾ വിധേയപ്പെടേണ്ടി വന്നാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. അതുപോലുള്ള പ്രകടനങ്ങളാണ് ഇന്നലെയും ഇന്നുമായി കാണിച്ചത്. ഈ ദേഷ്യം, കോപപ്രകടനങ്ങൾ ഇതെല്ലാം എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. പക്ഷേ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം പ്രേക്ഷകരുണ്ട് എന്നുള്ള കാര്യവും അവരാണ് വിധി എഴുതുന്നത് എന്നുള്ള ചിന്താഗതിയും ഒക്കെ മറന്നുപോയാൽ പിന്നെ എന്തായിരിക്കും സംഭവിക്കാൻ സാധ്യതയുള്ളത്? അതെ, ഈ വിഷയങ്ങൾ കൃത്യമായിട്ട് ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ അഡ്രസ് ചെയ്യുവാൻ തന്നെയാണ് സാധ്യത. ആ ഒരു ടാസ്ക് മാത്രമേ ഇന്ന് എടുത്തു പറയാൻ തക്കവണ്ണം ആ വീട്ടിൽ സംഭവിച്ചുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഒരുമാതിരി ബിലോ ആവറേജ് എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. പ്രത്യേകിച്ച് ഒന്നുമില്ല, കണ്ടന്റുകൾ ഒന്നും ഇല്ലാതെ ഓരോരുത്തരും ഇങ്ങനെ നിലാവത്തഴിച്ചു വിട്ട കോഴി കണക്കെ നടക്കുകയാണ്. ഇതിനിടയ്ക്ക് ബിഗ് ബോസ് ഓരോരോ പരിപാടികളുമായിട്ട് വരും. ഈ പരിപാടികളെല്ലാം അവർ പൊളിച്ച് കൈകൾ കൊടുക്കും. ഇവരുടെ ചിന്ത എന്ന് പറഞ്ഞാൽ ഈ ബിഗ് ബോസ് വീട്ടിൽ കളിക്കുന്നത് ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കുക, എതിർ മത്സരാർത്ഥിക്കെതിരെ വാക്കുകൾ കൊണ്ട് ആധിപത്യം നേടുക, അതാണ് ഈ ഗെയിമിന്റെ പ്രത്യേകത എന്നാണ് ഇവർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പല ആൾക്കാരും ഉത്തരം മുട്ടിക്കഴിയുമ്പോഴേക്കും പിന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ നിലവിട്ട് പ്രതികരിക്കുന്നത്. എന്തായാലും നമുക്ക് എപ്പിസോഡിലേക്ക് പോകാം. അതിനു മുൻപായിട്ട് ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുവാൻ തയ്യാറാകണമെന്ന് ഓർപ്പിക്കുന്നു. കാരണം ഈ വീഡിയോകൾ കാണുന്ന ആൾക്കാരിൽ 90% സബ്സ്ക്രൈബ് ചെയ്യാതെ അങ്ങ് പോകുന്നവരാണ്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓർപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇതൊരു ഛേദമില്ലാത്ത ഉപകാരമാണല്ലോ. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഹൈപ്പ് അടിക്കുവാനും മറക്കരുത് എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണുവാൻ സാധിക്കുന്നത് ഒരു പൊളിച്ചു പണിക്ക് വേണ്ടി ബിഗ് ബോസ് വരുന്നതാണ്. എന്താണ് പൊളിച്ചു പണി? കഴിഞ്ഞ ദിവസം കൊടുത്ത മനോഹരമായ ടാസ്ക്, ആ 2 ടാസ്കുകളും നശിപ്പിക്കപ്പെട്ടു. അതിന്റെ പിൻപിൽ ഒട്ടനവധി കാരണങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ അതേക്കുറിച്ച് റിവ്യൂ ചെയ്തപ്പോൾ വിശദമായി ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞതാണ്. ക്വാളിറ്റി ചെക്കിംഗ് ഓഫീസർമാർ അനുമോളും ജിഷിനുമായിരുന്നു. ഇവർ 2 പേരും കൂടിയാണ് ഈ ടാസ്ക് നശിപ്പിച്ചത് എന്ന് പറയുന്നവരുണ്ട്. ഇല്ല, ജിഷിന് ഒരു കുഴപ്പമില്ലായിരുന്നു. അയാൾ എങ്ങനെയെങ്കിലും ഈ ടാസ്ക് മുൻപോട്ട് കൊണ്ടുപോയി വിജയിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചതാണ്. പക്ഷേ അനുമോളുടെ പിടിവാശിയും കാർക്കശ്യമുള്ള സ്വഭാവവും നിലപാടുകളും കൊണ്ടാണ് ഈ ടാസ്ക് പരാജയപ്പെട്ടു പോയത് എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരെ സോഷ്യൽ മീഡിയയിൽ കാണുവാൻ കഴിഞ്ഞു. പക്ഷേ അത് അങ്ങനെയല്ലായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. അവിടെ ബോട്ടിൽ ഏജന്റുമാരാണ് നിരന്തരമായി പ്രശ്നമുണ്ടാക്കുകയും ഒരിക്കലും അവർ കടന്നു ചെല്ലുവാൻ പാടില്ലാത്തൊരു സ്ഥലമാണ് ക്വാളിറ്റി ചെക്കറുടെ ഓഫീസ്. ആ ഓഫീസിനകത്തേക്ക് അതിക്രമിച്ചു കയറുകയും അവരെ കൊണ്ട് തീരുമാനമെടുക്കുവാൻ സമ്മർദ്ദം ചെലുത്തുകയും അങ്ങനെ ഭയങ്കര കോലാഹലം അവിടെ ഉണ്ടാക്കി. അങ്ങനെയാണ് ആ ടാസ്ക് ഇല്ലാതെയായി പോയത്, നശിപ്പിച്ചു കളഞ്ഞത്. പക്ഷേ ക്വാളിറ്റി ചെക്കർമാരുടെ പേരിൽ ആരോപണം വന്നു. ആരോപണം വന്നപ്പോൾ ബിഗ് ബോസ് രാവിലെ തന്നെ ആദ്യം കൊണ്ടുവന്ന പൊളിച്ചുപണി, ഈ ക്വാളിറ്റി ചെക്കർമാരിൽ ഒരാളെ നിങ്ങൾക്ക് മാറ്റാം. അതിനുവേണ്ടി ഒരു രഹസ്യ ബാലറ്റാണ്, രഹസ്യ വോട്ടിംഗ് പരിപാടിയാണ് നടക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ക്വാളിറ്റി ചെക്കറുടെ പേരെഴുതി നിങ്ങൾ ബാലറ്റ് പെട്ടിയിൽ നിക്ഷേപിക്കുക. അങ്ങനെ അനുമോളും ജിഷിനും ഒഴികെയുള്ള ബാക്കി 13 ആൾക്കാർ വോട്ട് ചെയ്തു. വോട്ട് എണ്ണി വന്നപ്പോൾ മെജോറിറ്റി വോട്ട് ലഭിച്ചത് ജിഷിനായിരുന്നു. 7 പേർ ജിഷിനെതിരായിട്ടാണ് വോട്ട് ചെയ്തത്. 6 വോട്ടുകൾ മാത്രമാണ് അനുമോൾക്ക് ലഭിച്ചത്. അതെ, അനുമോളെ അനുകൂലിക്കുന്ന ആൾക്കാരായിരുന്നു 7 പേര്. അനുമോൾക്കെതിരായിട്ട് വോട്ട് ചെയ്ത 6 പേരാരൊക്കെയാണ്? അതും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അനുമോൾക്കെതിരെ നിരന്തരമായി അവിടെ കലാപം ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. അക്ബറും ടീമുമാണ് അവർക്കെതിരെ വോട്ട് ചെയ്തത് എന്ന് നമുക്ക് അനുമാനിക്കാം. ജിഷിനെ പുറത്താക്കുകയും അനുമോളെ നിലനിർത്തുകയും ചെയ്തപ്പോൾ അവിടെ കൈയടിച്ച് ആഘോഷിച്ച ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു. അവർ അനുമോൾക്ക് അനുകൂലമായി വോട്ട് ചെയ്തതാണ്. കൈയടിക്കുവാൻ കഴിയാതെ ആകെപ്പാടെ അമ്പരം നിരുന്ന ആൾക്കാർ, അനുമോൾ പുറത്തു പോകും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആൾക്കാർ, അനുമോൾക്കെതിരെ വോട്ട് ചെയ്ത ആൾക്കാർ, അത് അക്ബറും ടീമുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവർ തന്നെയാണ് അനുമോൾക്കെതിരായിട്ട് വോട്ട് ചെയ്തത്. ഞാൻ ഇത്രയും പറയാൻ കാരണം ഉച്ചയ്ക്ക് ശേഷം ഒരു ഡിബേറ്റ് അവിടെ നടന്നിരുന്നു. ആ ഡിബേറ്റിൽ അനുമോൾക്ക് അനുകൂലമായി അക്ബർ സംസാരിച്ചു. അക്ബർ തുറന്നു പറയുകയാണ്, ഇന്നലത്തെ ടാസ്ക് കണ്ടപ്പോൾ നമ്മളെല്ലാവരും ഒരേ സ്വരത്തിൽ കുറ്റം പറഞ്ഞത് അനുമോളായിരുന്നു ആ ടാസ്ക് നശിപ്പിച്ചതെന്നാണ്. എന്നാൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അനുമോൾ വളരെ പക്കയായിരുന്നു, പെർഫെക്റ്റ് ആയിരുന്നു. ജിഷിന്റെ കുഴപ്പം കൊണ്ടാണ് ആ പ്രശ്നം സംഭവിച്ചതെന്ന്. എന്തായാലും ജിഷിനെ പുറത്താക്കുന്നു, പകരം ഒരാളിനെ തെരഞ്ഞെടുക്കുകയാണ്. പകരം നറുക്കു വീണത് സാബുമാനാണ്.
അനുമോൾക്കൊപ്പം പുതിയ ക്വാളിറ്റി ചെക്കിംഗ് ഓഫീസറായിട്ട് സാബുമാൻ ചാർജ് ഏറ്റെടുക്കുകയാണ്. തീർന്നില്ല, വീണ്ടും അടുത്ത പണി നടക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ ടാസ്കിൽ ഒരു ജ്യൂസ് കമ്പനിയുടെ മുതലാളിയായിരുന്നു നെവിൻ. എന്നാൽ നെവിൻ അവിടെ കാണിച്ചതൊക്കെ വളരെ നിരുത്തരവാദിത്തപരമായ കാര്യങ്ങളായിരുന്നു. അയാൾ ഒരു ജ്യൂസ് കമ്പനിയുടെ ഓണറാണ്. അയാൾ ജ്യൂസ് എല്ലാം അവിടെ കൊണ്ടുവച്ചിട്ട് അവിടെ സംസാരവും ബഹളവും നടക്കുമ്പോൾ അതുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ലാത്ത രീതിയിൽ അവിടുന്ന് ഇറങ്ങിപ്പോകുന്നു. എന്നിട്ട് ഗാർഡൻ ഏരിയയുടെ നടുവിൽ പോയി മലർന്നു കിടന്നുകൊണ്ട് വല്ലാത്ത ഷോ ഓഫ് ഒക്കെ കാണിക്കുന്നു. ഇതിനിടയിൽ അവിടെ കിടക്കുന്ന ജ്യൂസിന്റെ കുപ്പികൾ തുറക്കുന്നു, അതെല്ലാം തന്റെ വായിലേക്ക് കമത്തിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള കുറെ പരിപാടികൾ കാണിച്ചു. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഒന്ന് ഡയറക്റ്റ് ഇടപെടുകയാണ്. കഴിഞ്ഞ ദിവസത്തെ ടാസ്കിനോട് യാതൊരു തരത്തിലുള്ള ഗൗരവവും കാണിക്കാതെ ആ ടാസ്കിനെ നിസ്സാരമാക്കി കണ്ട നെവിനെ ആ സ്ഥാനത്തുനിന്ന് മാറ്റണം. പകരം മറ്റൊരാളിനെ ആ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കണം. അതുകൂടാതെ ഇന്ന് പുതിയൊരു കമ്പനിയും കൂടി ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഇന്നലെ ഓറഞ്ച് ജ്യൂസ് കമ്പനിയും ലെമൺ ജ്യൂസ് കമ്പനിയും മാത്രമായിരുന്നുവെങ്കിൽ ഇന്ന് മാംഗോ ജ്യൂസിന്റെ കമ്പനിയും കൂടി ആരംഭിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ബോട്ടിൽ ഏജന്റുമാരുടെ നടുവിൽ നിന്നും മാംഗോ ജ്യൂസ് കമ്പനിക്ക് ഒരു മുതലാളിയെയും ഓറഞ്ച് ജ്യൂസ് കമ്പനിക്ക് ഒരു മുതലാളിയെയും തിരഞ്ഞെടുക്കണം. അങ്ങനെ രണ്ടാൾക്കാർ വരികയാണ്. ഒന്ന് ആര്യൻ, രണ്ട് ഷാനവാസ്. പക്ഷേ അവിടെ കൊണ്ടും ബിഗ് ബോസ് കളി അവസാനിപ്പിച്ചില്ല. ക്വാളിറ്റി ചെക്കിംഗ് ഓഫീസർ സ്ഥാനത്തുനിന്നും പുറത്താക്കപ്പെട്ട ജിഷിനെ ജയിലിലടയ്ക്കുവാൻ ബിഗ് ബോസ് ഉത്തരവിട്ടു. ആ കൂട്ടത്തിൽ ടാസ്കിനെ നിസ്സാരമായി കണ്ടുകൊണ്ട് തോന്നിവാസം പ്രവർത്തിച്ചു മുൻപോട്ട് പോയ നെവിനെയും കൂടി ജയിലിലടയ്ക്കുക. അങ്ങനെ രണ്ടാൾക്കാരെ ജയിലിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. പട്ടാപ്പകൽ ആ പൊള്ളുന്ന വെയിൽ, ആ ചൂടത്ത് രണ്ടുപേർ ജയിലിനകത്ത് കിടക്കുകയാണ്. വൈകുന്ന സമയമായപ്പോഴാണ് രണ്ടാൾക്കാരെയും ജയിലിൽ നിന്നും മോചിപ്പിച്ചത്. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ആര്യൻ മാംഗോ ജ്യൂസ് കമ്പനിയുടെ ഉടമയായി മാറുന്നു. ഷാനവാസ് ഓറഞ്ച് ജ്യൂസ് കമ്പനിയുടെയും ഉടമയായി മാറുന്നു. പിന്നീട് ടാസ്കിന് വേണ്ടിയുള്ള വേഗത്തിലുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. ഇതിനിടയ്ക്ക് ഭക്ഷണം കഴിപ്പുണ്ട്. അടുക്കളയിൽ പാചകം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് പാത്രം കഴുകി കൊടുക്കണം. അതിനുവേണ്ടി വെസൽ ടീമിനെ വിളിക്കുന്നു. ആതിര വെസൽ ടീമിന്റെ ഭാഗമാണെങ്കിലും താൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വെസൽ ടീം എന്ന് വിളിക്കുന്നത് കേട്ടുകൊണ്ട് താൻ ഓടിച്ചെന്ന് ആ പാത്രം എടുത്ത് അങ്ങോട്ട് കഴുകാൻ തുടങ്ങി. പക്ഷേ വെസൽ ടീമിന്റെ ക്യാപ്റ്റൻ അനീഷ് പെട്ടെന്ന് ഇടപെടുകയാണ്. ആതില ഇപ്പോൾ പാത്രം കഴുകേണ്ട ആളല്ല, നിങ്ങൾ പോയി ഭക്ഷണം കഴിച്ചോളൂ. നിങ്ങളുടെ ഡ്യൂട്ടി ടൈം ഉച്ചയ്ക്കാണ്, ആ സമയത്ത് നിങ്ങളെ വിളിക്കാം. ഇപ്പോൾ ഇവിടെ കഴുകുവാൻ ആളുണ്ട്. അനീഷ് ഉണ്ട്, ജിസയിലുണ്ട്. പക്ഷേ ആതില സമ്മതിക്കില്ല. ആതില തുടർന്ന് കുറേ സമയം അവിടെ കിടന്നുകൊണ്ട് പട്ടി ഷോ കാണിക്കുകയാണ്. ഉച്ചക്കലത്തെ പാത്രം കഴുകുക എന്നുള്ളതാണ് ആതിലയിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. പക്ഷേ ഈ സമയത്ത് അവര് പാത്രം കഴുകാൻ കയറുകയാണ്. അനീഷ് മാക്സിമം പറയുന്നുണ്ട് അവരോട് പിന്തിരിഞ്ഞു പോകാൻ വേണ്ടി. പക്ഷെ അവരത് കേൾക്കില്ല. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, നിങ്ങൾ ഇപ്പോൾ പാത്രം കഴുകുകയാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്കും പാത്രം കഴുകണം. എന്റെ പട്ടി കഴുകും ഉച്ചയ്ക്ക് പാത്രം. നിങ്ങളുടെ സമയം ഇപ്പോഴല്ല. നമ്മൾ ടീം മീറ്റിംഗ് കൂടി തീരുമാനിച്ചതിന് പ്രകാരം നിങ്ങൾ ഉച്ചയ്ക്ക് ശേഷമാണല്ലോ പാത്രം കഴുകേണ്ടത്. അതൊക്കെ അങ്ങനെ പറയും. ഞാൻ ഇപ്പൊ കഴുകും, വേണമെങ്കിൽ അംഗീകരിച്ചാൽ മതി. ഇവർ തമ്മിൽ ഭയങ്കര ബഹളം ഉണ്ടാവുകയാണ്. ആതിലെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഒരു പരിപാടി, സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കുവാൻ പറ്റിയ ഒരു ടൂളാണ് അനീഷ് എന്നുള്ളതാണ്. വേറെ ആരുടെയും എടുക്കൽ ഇമാതിരി ചീപ്പ് ഗെയിമുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ വില പോകില്ല. മറ്റാരുടെയെങ്കിലും എടുക്കൽ ഈ പട്ടി ഷോയുമായി ചെന്ന് കഴിഞ്ഞാൽ അവര് ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടിയും കൊടുത്തു വിടും. പക്ഷെ അനീഷ് അങ്ങനെയല്ലല്ലോ. അനീഷ് വളരെ ശാന്തമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. അനീഷിന്റെ അടുക്കൽ എന്ത് കസർത്ത് വേണമെങ്കിലും കാണിക്കാം. അയാൾക്ക് ഒരു വിലയും ഇല്ലാത്തവനാണ് എന്നൊരു ചിന്തയിലാണ് ഈ പെങ്കൊച്ചി ചീപ്പ് ഗെയിമുമായിട്ട് ഇങ്ങനെ നടക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ വെറുപ്പ് തോന്നുകയാ. എന്ത് ചെയ്യാനാ? തുടർന്ന് ടാസ്കിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഇന്നത്തെ ടാസ്കിന്റെ പ്രത്യേകത, വലിയ ബോട്ടിലുകളും ഉണ്ടാവും, ചെറിയ ബോട്ടിലുകളും ഉണ്ടാവും. അപ്രൂവൽ ആകുന്ന വലിയ ബോട്ടിലുകൾക്ക് 5 കോയിനാണ് ലഭിക്കുവാൻ പോകുന്നത്. ചെറിയ ബോട്ടിലുകൾക്ക് ഓരോ കോയിനും ലഭിക്കും. അതുകൊണ്ട് തന്നെ മത്സരാവേശം മുറുകുകയാണ്. അപ്പോൾ മത്സരം തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് ജിഷിനെയും നെവിനെയും ജയിലിലടയ്ക്കുന്ന ചടങ്ങാണ്. രണ്ടുപേരെയും ലോക്കപ്പിൽ കയറ്റി പൂട്ടിയതിനു ശേഷം ടാസ്ക് ആരംഭിക്കുന്നു. ബസർ ശബ്ദം കേൾക്കുന്നു. എല്ലാവരും കൂടി ബോട്ടിൽ എടുക്കുവാൻ വേണ്ടി ഓടുന്നു. ബോട്ടിലിന് വേണ്ടി ഭയങ്കര ബഹളം നടക്കുകയാണ്. കടിപിടി കൂടുകയാണ്. കുറെ ബോട്ടിലുകളൊക്കെ വേസ്റ്റ് ആയി പോകുന്നുണ്ട്. ചുളുക്കി പറിച്ച് ഒരുമാതിരി എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചെടുക്കുകയാണ്. അങ്ങനെ സ്വന്തമാക്കിയ ബോട്ടിലുകൾ അടുത്ത ഘട്ടത്തിൽ കഴുകി വൃത്തിയാക്കുക എന്നുള്ളൊരു കടമ്പയുണ്ട്. അങ്ങനെ സോപ്പും വെള്ളവും ഒക്കെ ഉപയോഗിച്ച് കഴുകുന്നു. ഈ കാഴ്ചകളൊക്കെ ക്വാളിറ്റി ചക്രന്മാരായ അനുമോളും സാബുമാനും ദൂരെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അനുമോളും സാബുമാനോട് പറയുന്നുണ്ട്, ദേ അവരെ കഴുകുന്ന കഴുകൽ കണ്ടില്ലേ? ബാത്റൂമിൽ പോയി വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ടാണ് ഇതൊക്കെ കഴുകുന്നത്. അതുമാത്രവുമല്ല, കഴുകിയതിനു ശേഷം അത് ഉണങ്ങുവാൻ വേണ്ടി അതിനകത്തേക്ക് അവർ ഊതുകയാണ്. ആ ഊതുമ്പോൾ അവരുടെ തുപ്പലും കൂടി അതിനകത്ത് വീഴും. അതിനകത്താണ് ജ്യൂസ് നിറയ്ക്കുന്നത്. ആ ജ്യൂസ് വേണം നമ്മൾ കുടിക്കാൻ. ബോട്ടിൽ ഏജന്റുമാർ തുടർന്ന് ഉണക്കി വൃത്തിയാക്കിയ ഓരോ ബോട്ടിലുകളുമായിട്ട് ജ്യൂസ് കമ്പനിയുടെ ഓണർമാരുടെ അടുക്കിലേക്ക് ചെല്ലുന്നു. അവിടെ ചെന്ന് ബാർഗെയിൻ ചെയ്യുകയാണ്. ലക്ഷ്മിയാണ് അനീഷിന്റെ അടുക്കിലേക്ക് വരുന്നത്. ആകെ കൂടി ഒറ്റ കുപ്പി മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഈ കുപ്പി വെച്ചുകൊണ്ട് എനിക്കൊരു ഡീല് വേണം സാർ, ഏറ്റവും നല്ലൊരു ഡീല് സാറുമായിട്ട് ഞാൻ നടത്തിയെടുക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഇത് സൂപ്പർ കുപ്പിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനീഷിനോട് സംസാരിക്കുന്നുണ്ട്.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മിക്ക് ഈ ഒരു കുപ്പി കിട്ടിയത് തന്നെ വലിയ കാര്യമെന്ന് വേണം പറയാൻ. കാരണം ഇങ്ങനെയുള്ള ടാസ്കുകളോടൊന്നും പുള്ളിക്കാരിക്ക് താല്പര്യമില്ല. ആണും പെണ്ണും കൂടി ഒരുമിച്ച് കുഴഞ്ഞു മറിയുന്ന ടാസ്കാണ്. അതിനകത്തേക്ക് കയറുമ്പോൾ മോശമായിട്ട് എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ടെങ്കിലോ, അതുകൊണ്ട് ഇത്തരത്തിലുള്ള ടാസ്കിനോടൊന്നും പുള്ളിക്കാരിക്ക് താല്പര്യമില്ല. പിന്നെ കഴിഞ്ഞ ദിവസം അവിടെ വിമർശനം നേരിട്ട സ്ഥിതിക്ക് എങ്ങനെയാണ് മാറി നിൽക്കുന്നത്? അതുകൊണ്ട് എല്ലാവരും ബോട്ടിൽ എടുക്കുവാൻ വേണ്ടി ഓടുമ്പോൾ ആ കൂട്ടത്തിൽ താനും ഓടി. എല്ലാവരും ബോട്ടിലിന് വേണ്ടി കടിപിടി കൂടുമ്പോൾ അവരുടെ ചുറ്റിലും വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയാണ് ലക്ഷ്മി. ഇതിനിടയിൽ പിടിവലി നടത്തിയവരുടെ കയ്യിൽ നിന്നും ഒരു കുപ്പി ഭാഗ്യത്തിന് തെറിച്ച് ലക്ഷ്മിയുടെ മുമ്പിൽ വന്ന് വീണു. അങ്ങനെ ലക്ഷ്മി ആ ബോട്ടിലും എടുത്തുകൊണ്ടാണ് അനീഷിന്റെ മുമ്പിൽ ഒരു നല്ല ഡീൽ ഉറപ്പിക്കണം എന്ന് പറഞ്ഞ് ചെല്ലുന്നത്. ഈ സമയത്ത് ആര്യന്റെ അടുക്കിലേക്ക് നമ്മുടെ ജിസൈൽ ചെല്ലുന്നുണ്ട്. ജിസൈൽ എന്നിട്ട് കുറെ കുപ്പി കാണിച്ചിട്ട് പറയുന്നുണ്ട്, ഇത് നല്ല ഒന്നാന്തരമായിട്ട് ഞാൻ കഴുകി ഉണക്കി സുന്ദരിയാക്കിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് കാര്യമായിട്ട് കോയിൻ തരണം. അപ്പോൾ വളരെ ഗൗരവത്തോടു കൂടി ജിസൈലിനോട് ആര്യൻ പറയുകയാണ്, സുന്ദരി കുപ്പികളൊന്നും എനിക്ക് വേണ്ട, എനിക്ക് നല്ല കുപ്പി ഉണ്ടെങ്കിൽ തന്നാ മതി, ഇല്ല എന്നുണ്ടെങ്കിൽ പോയി പണി നോക്ക്. ആ ശരി എന്ന് പറഞ്ഞ് ജിസൈൽ തിരിഞ്ഞു നടക്കുന്നു. തുടർന്ന് വീണ്ടും ഓരോ മുതലാളിമാരുടെ അടുക്കലും ബോട്ടിൽ ഏജന്റുമാർ ചെല്ലുന്നുണ്ട്, ബാർഗെയിൻ ചെയ്യുന്നുണ്ട്, അവരുടെ പ്രോഡക്റ്റുകൾ കൊടുക്കുന്നുണ്ട്. അതിനിടയിൽ ആദില അനീഷിന്റെ അടുക്കലേക്ക് ചെല്ലുന്നു. അനീഷിനോട് ഒരു ബോട്ടിൽ കാണിച്ചിട്ട് പറയുകയാണ്, ഈ ബോട്ടിൽ എടുത്തിട്ട് എത്ര കോയിൻ എനിക്ക് തരും? അപ്പോൾ അനീഷ് പറയുന്നു, അങ്ങനെ ഞാൻ ബോട്ടിൽ എടുക്കില്ല, നിങ്ങളുടെ കയ്യിൽ എത്ര ബോട്ടിലുണ്ട് ആ ബോട്ടിൽ മുഴുവൻ തരണം, ഒരെണ്ണമായിട്ട് ഞാൻ എടുക്കില്ല. ആദിലയുടെ ഉടുപ്പിനകത്ത് നിറച്ചൊരു 4-5 ബോട്ടിൽ കുത്തി നിറച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നു, എന്റെ കയ്യിൽ വേറെ ബോട്ടിലില്ല, ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഇല്ല, നിങ്ങളുടെ ഉടുപ്പിനകത്ത് നിങ്ങൾ ബോട്ടിലുകൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, അത് മുഴുവനും കൂടി പുറത്തെടുക്കണം. ആര് പറഞ്ഞു എന്റെ ഉടുപ്പിനകത്ത് ഞാൻ ബോട്ടിൽ വെച്ചിട്ടുണ്ടെന്ന്? നിങ്ങൾ കയറി കണ്ടോ? എന്താ നിങ്ങൾ പുരുഷക്കാടിറക്കുകയാണോ? ഈ ബോട്ടിലുകൾ 5-6 തന്റെ ഉടുപ്പിനകത്ത് വാരി വെച്ചിരിക്കുന്നത് അതിങ്ങനെ തെള്ളി മുൻപോട്ട് നിൽക്കുന്നുണ്ട്. ഒറ്റ നോട്ടത്തിൽ തന്നെ ഒരു ചാക്ക് കെട്ട് വാരി കെട്ടിവെച്ചിരിക്കുന്നത് പോലെയാണ് തോന്നുക. എന്നിട്ടും പറയുകയാണ്, എന്റെ കയ്യിലൊന്നുമില്ല, നിങ്ങൾ കയറി നോക്കിയോ? തുടർന്ന് പുരുഷക്കാട് ഇറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അനീഷിനെ ഭീഷണിപ്പെടുത്തുന്നു. വീണ്ടും അനീഷിന്റെ അടുക്കൽ ചുറ്റിപ്പറ്റി നിന്നുകൊണ്ട് ഒറ്റ കുപ്പിയുമായിട്ട് ബാർഗെയിൻ ചെയ്യാനുള്ള ഭാവമാണ്. അനീഷ് പറയുന്നു, കുപ്പി കാണണം, കുപ്പി കാണാതെ എനിക്ക് കോയിനെ കുറിച്ച് സംസാരിക്കാനും ഡീൽ ഉറപ്പിക്കുവാനും പറ്റില്ല. അപ്പോൾ അവർ പറയുന്നു, എന്റെ കയ്യിൽ 3 വലിയ കുപ്പികളുണ്ട്. കുപ്പികൾ 3-4 ഉണ്ടാവട്ടെ, ആ കുപ്പികൾ ഇവിടേക്ക് വെക്കൂ, അത് ഞാൻ കാണട്ടെ. കണ്ടതിന് ശേഷം എത്ര തരണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കും. പെട്ടെന്ന് അനീഷ് ജ്യൂസ് ഉണ്ടാക്കുന്ന ആ തട്ടിന്റെ മുകളിലേക്ക് ആദില ചാടി കയറി അങ്ങ് ഇരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ദേ ഈ ഇരിക്കുന്ന ഞാൻ തന്നെയാണ് വലിയ കുപ്പി. എന്തൊരു തോന്നിവാസമാണ് ഈ കാണിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കുവാൻ വേണ്ടി വെറും ചീപ്പ് ഗെയിമുമായിട്ട് കുറേ ദിവസങ്ങൾ കൊണ്ട് നടക്കുകയാണ്. എന്തായാലും ഈ തട്ടിന്റെ മുകളിൽ കയറി ഇരിക്കുമ്പോൾ അനീഷ് അവരെ ഇറക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നിങ്ങൾ അവിടുന്ന് ഇറങ്ങി താഴെ നിൽക്കുക എന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് പാർട്ട്ണർ അവിടേക്ക് വരുന്നു. ഈ ബഹളം കണ്ടുകൊണ്ടാണ് നൂറ അവിടേക്ക് വരുന്നത്. നൂറ വന്നിട്ട് മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും അനീഷ് ഡീൽ ഉറപ്പിച്ച് വാങ്ങി വെച്ച കുറച്ച് കുപ്പി അവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. ആ കുപ്പിയിൽ ഒരെണ്ണം തട്ടി അങ്ങ് താഴേക്ക് എറിയുകയാണ്. ഇത്രയും കണ്ടപ്പോഴേക്കും അനീഷിന്റെ കൺട്രോൾ അങ്ങ് പോയി. പെട്ടെന്ന് തന്റെ അടുത്തൊരു ബക്കറ്റ് വെള്ളം ഇരിക്കുകയാണ്. അതിനകത്തുനിന്ന് വലിയ തവിയിട്ട് വെള്ളം കോരി നൂറയുടെ മുകളിലേക്ക് അങ്ങോട്ട് ഒഴിക്കാൻ തുടങ്ങി. വെള്ളം ശരീരത്തിൽ ഊടുപാടെ വന്ന് വീണപ്പോഴേക്കും നൂറയുടെ കുരു പൊട്ടി. ഇയാൾക്ക് എന്താ വട്ടാണോ? അനീഷ് ചോദിക്കുന്നു, നിങ്ങൾ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്? ഈ തട്ടിന്റെ മുകളിൽ കയറിയിരിക്കുവാൻ നിങ്ങൾക്കാരാണ് അധികാരം തന്നത്? ഇവിടെ ഇരുന്ന ബോട്ടിൽ നിങ്ങൾ എന്തിനാണ് തട്ടിത്തെറിപ്പിക്കുന്നത്? അത് തട്ടിത്തെറിപ്പിച്ചാൽ ഇയാൾക്ക് എന്താ? ഇയാൾ എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ബഹളം. പെട്ടെന്ന് ലക്ഷ്മി ഓടി വന്നിട്ട് പറയുകയാണ്, കൂടുതൽ ഷോ കാണിക്കരുത്, ഇത് മറ്റുള്ളവരുടെയും കൂടെ അന്നമാണ്, അത് ഓർത്തിട്ട് നിങ്ങൾ ഈ പണി കാണിക്കണം. പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞാൽ തടി കേടാകും എന്ന് മനസ്സിലായിക്കൊണ്ട് പെതിയെ ആദിലയും വിളിച്ചുകൊണ്ട് നൂറ അവിടെ നിന്ന് അങ്ങ് മുങ്ങുകയാണ്. ഇവർക്ക് രണ്ടാൾക്കും മാത്രമേ ഉള്ളൂ ഈ പ്രശ്നം. അവിടെ എത്ര ആൾക്കാർ ഗെയിം കളിക്കുവാൻ വേണ്ടി നിൽക്കുന്നവരാണ്. അവർക്ക് മറ്റാരോടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇങ്ങനെയുള്ള ചീപ്പ് ഗെയിം കളിച്ച് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കുവാൻ അവിടെ ആരും തയ്യാറാകുന്നില്ല. അപ്പോൾ ഇവർക്ക് കണ്ടന്റിന്റെ ക്ഷാമമുണ്ട്. കണ്ടന്റ് ഉണ്ടാക്കുവാൻ ഇവർ കണ്ടുപിടിച്ച മാർഗം അനീഷിന്റെ നെഞ്ചത്തോട്ട് കയറുക എന്നുള്ളതാണ്. അനീഷ് ഇല്ല എന്നുണ്ടെങ്കിൽ കണ്ടന്റും ഇല്ല. ഇതാണ് ഇപ്പോൾ ഈ രണ്ടാൾക്കാരുടെയും ഏറ്റവും വലിയ പ്രശ്നം. ഓക്കെ, നിങ്ങൾ കണ്ടന്റ് ഉണ്ടാക്കിക്കോളൂ, മറ്റുള്ളവർക്ക് കാണുമ്പോൾ ഒരു രസം തോന്നണ്ടേ? ഇത് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, പ്രേക്ഷകരല്ലേ ഇതൊക്കെ വിലയിരുത്തേണ്ടത്. നിങ്ങൾക്ക് അവർ വോട്ട് ചെയ്യണ്ടേ? ഈ ഷോയുടെ പ്രത്യേകത, ഇതൊരു എന്റർടൈൻമെന്റ് ഷോയാണ്. ഇത് കാണുന്ന ആൾക്കാർക്ക് ഒരു വിനോദം ഉണ്ടാവണം. അങ്ങനെ ആൾക്കാർക്ക് സന്തോഷവും വിനോദവും ഒക്കെ പകരേണ്ട നിങ്ങൾ മാക്സിമം ജനങ്ങളെ വെറുപ്പിക്കുകയാണ്. അങ്ങനെ വെറുപ്പിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ എത്ര ദിവസം അവിടെ നിൽക്കും? സത്യത്തിൽ ഒരു വെളിവും ബോധവും ഇല്ലാതെ കണ്ടന്റിന് വേണ്ടി എന്ത് വൃത്തികേടും പറയുവാനും എന്ത് തോന്നിയാസവും കാണിക്കുവാനും ഈ രണ്ടാൾക്കാരും തയ്യാറാണ്. കുറെ ദിവസങ്ങൾ കൊണ്ട് ഇത് തന്നെ കണ്ടും കേട്ടും അങ്ങ് മടുക്കുകയാണ്. ഇതിനിടയിൽ മറ്റൊരു പണിയും കൂടി അവർ ഒപ്പിക്കുന്നുണ്ട്. ജയിലിൽ കിടക്കുന്ന നെവിന് ഒരു പാത്രത്തിനകത്തുനിന്ന് ജ്യൂസ്, എനിക്ക് തോന്നുന്നു ആര്യന്റെ പാത്രമാണ്, ആര്യന്റെ പാത്രത്തിൽ നിന്നും കുറേ മാംഗോ ജ്യൂസ് കൊണ്ടുവന്ന് നെവിന് കൊടുക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് ഉടൻ തന്നെ ബിഗ് ബോസ് ഇടപെടുന്നു. ആദില, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? നിങ്ങൾക്ക് ആരാണ് ഇതിന് അധികാരം തന്നത്? അത്രയും കേട്ടപ്പോഴേക്കും ഓടുന്നുണ്ട് അവിടുന്ന്.
തുടർന്ന് കാണുന്ന കാഴ്ച ജ്യൂസ് എല്ലാം ഉണ്ടാക്കിയ ഓണർമാർ ക്വാളിറ്റി ചെക്കിങ്ങിന് വേണ്ടി അനുമോളുടെയും സാബുമാന്റെയും അടുത്തെത്തുന്നതാണ്. അവിടെ എത്തുമ്പോൾ സാബുമാന്റെ പട്ടി ഷോയാണ് ആദ്യം നടക്കുന്നത്. ഈ പുത്തനച്ചി പുരപ്പുറം തൂക്കുന്നു പറയില്ലേ എന്ന് പറഞ്ഞ പോലെ സാബുമാൻ അനുമോൾക്കെതിരെ അടിച്ചുകൊണ്ട് ഒരു സ്ക്രീൻ സ്പേസ് ഒപ്പിക്കാനുള്ള പരിശ്രമം നടത്തുകയാണ്. അതെ, ചെക്കിങ് ആരംഭിച്ചു. ആദ്യത്തേത് ആര്യന്റെ ബോട്ടിലാണ്. ഈ ആര്യന്റെ ബോട്ടിലിന്റെ ഫില്ലിംഗ് ആണ് ആദ്യം നോക്കുന്നത്. ഫില്ലിംഗ് ലെവൽ എല്ലാം നോക്കിക്കഴിഞ്ഞപ്പോൾ ഏകദേശം വലിയ കുഴപ്പമില്ലാത്ത സ്ഥിതിയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ രണ്ടാമത് രുചിച്ചു നോക്കുക, അതിന്റെ സ്മെല്ല് നോക്കുക. അങ്ങനെ ഒരു പ്രോഡക്റ്റ് മുഴുവൻ ചെക്ക് ചെയ്തതിന് ശേഷം അത് പാസ്സാണോ ഫെയിലാണോ എന്ന് തീരുമാനിക്കണം. പക്ഷേ സാബുമോൻ അങ്ങനെ സമ്മതിക്കില്ല. എല്ലാം നിരത്തി വെക്കുക, എന്നിട്ട് ആദ്യം എല്ലാത്തിൻ്റെയും കൂടി ഫില്ലിംഗ് ലെവൽ കറക്റ്റ് ആണോ എന്ന് നോക്കുക. അതിനുശേഷം 3 പേരുടെയും ഒരുമിച്ചെടുത്ത് രുചിച്ചു നോക്കുക, എന്നിട്ട് രുചി നിർണ്ണയിക്കുക. തുടർന്ന് 3 പേരുടെയും ബോട്ടിലുകൾ മണത്തു നോക്കുക. ഇങ്ങനെയൊക്കെയാണ് സാബുമോന്റെ സിസ്റ്റം. അനുമോള് പറയുന്നു, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ഓരോരുത്തരുടെ പ്രോഡക്റ്റ് എടുക്കുക, അത് പരിശോധിക്കുക, അത് ക്ലിയറൻസ് കൊടുത്തു വിടുക. ഇങ്ങനെയല്ലേ പരിശോധിക്കേണ്ടത്? അല്ലാതെ എല്ലാം കൂടി കൂട്ടിക്കുഴച്ചിട്ടാണോ ചെക്കിങ് നടത്തേണ്ടത്? സാബുമോൻ വലിയ ഓഫീസർ കളിക്കുകയാണ്. പുള്ളി പറയുന്നത്, നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങിപ്പോ. വെറുതെ അല്ല നിങ്ങൾ ഇന്നലെ ഫ്ലോപ്പായി പോയത്. അപ്പോൾ അനുമോൾ, എന്ത് ഫ്ലോപ്പായെന്ന്? ആര് ഫ്ലോപ്പായെന്ന്? ഞാൻ ഫ്ലോപ്പ് അല്ല എന്നുള്ളതിന്റെ തെളിവാണ് ഞാൻ ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നത്. ഫ്ലോപ്പായ ആള് ജയിലിനകത്ത് കിടപ്പുണ്ട്. സാർ എന്തായി കാണിക്കുന്നത്? ലൈവ് കണ്ടവർക്കറിയാം, രണ്ടുപേരും കൂടി നല്ല യുദ്ധമായിരുന്നു. ഒടുവിൽ ഒരു തരത്തിൽ സാബുമോൻ ഒതുങ്ങുകയാണ്. തുടർന്ന് നടന്ന പരിശോധനയിൽ അനീഷിന്റെ ലെമൺ ജ്യൂസിനകത്ത് ഒരു മുടി കണ്ടു. ഇതെന്താണ്, മനുഷ്യന് കുടിക്കാനുള്ള ജ്യൂസിനകത്ത് മുടിയല്ലേ കിടക്കുന്നത്? ഈ ചോദ്യം ഉന്നയിച്ചതോടുകൂടി ടാസ്ക് അവസാനിച്ചു. അനീഷിന്റെ മതം പൊട്ടിയെന്ന് വേണം പറയാൻ. അനീഷ് സകലതും തല്ലി തകർത്ത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. ഈ ചോദ്യത്തിന് അനീഷിന് ആദ്യം മറുപടി ഒന്നും പറയാനില്ല. പിന്നെ അനീഷ് പറയുന്നത്, ഒറ്റ ബോട്ടിലിന്റെ അകത്ത് മാത്രമല്ലേ ഉള്ളൂ കംപ്ലൈന്റ്, അതുകൊണ്ട് ആ ബോട്ടിൽ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതിന് അപ്രൂവൽ തരണം. അനുമോൾ ചോദിക്കുന്നത്, നിങ്ങൾ ഓരോരോ ബോട്ടിലായിട്ടാണോ ഈ ലെമൺ ജ്യൂസ് ഉണ്ടാക്കിയത്, അതോ ഒരുമിച്ചിട്ടാണോ ലെമൺ ജ്യൂസ് ഉണ്ടാക്കിയത്? നിങ്ങൾ ഒരു പാത്രത്തിൽ ഒരുമിച്ചുണ്ടാക്കിയ ലെമൺ ജ്യൂസ് അല്ലേ, അതിനകത്തുനിന്നല്ലേ ഓരോരോ ബോട്ടിലിനകത്തേക്ക് ആക്കുന്നത്. അപ്പോൾ ഹൈജീൻ എല്ലാത്തിനെയും ഒരുപോലെയല്ലേ ബാധിക്കുന്നത്? ഉടനെ അനീഷ് വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് സംസാരിക്കാൻ തുടങ്ങി. ചുമ്മാതല്ല കേരളത്തിൽ ഒരു സംരംഭവും വരാത്തത്. ഇവിടെ സംരംഭങ്ങളുമായിട്ട് വരുന്ന സംരംഭകരെ നശിപ്പിക്കുക, അവരെ കുളം തോണ്ടിക്കുക, കുട്ടിച്ചോറടിപ്പിക്കുക, ഇതൊക്കെയാണ് നിങ്ങളുടെ പദ്ധതി. ആരും നന്നാകാൻ നിങ്ങൾ സമ്മതിക്കത്തില്ല. ഒരു കൊച്ചു മുടി കിടന്നു, അത് വലിയ പ്രശ്നമാക്കി മാറ്റേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾക്കത് കണ്ണടച്ചു വിടാവുന്നതേ ഉള്ളൂ. ആ ഒരു ബോട്ടിൽ നിങ്ങൾ മാറ്റിക്കോളൂ, ബാക്കി നിങ്ങൾ എനിക്ക് അപ്രൂവ് ചെയ്ത് തന്നേ പറ്റത്തുള്ളൂ. അനുമോള് പറയുന്നത്, ഒരിക്കലും അങ്ങനെ അപ്രൂവ് തരാൻ പറ്റില്ല. ഇത് ഹൈജീന്റെ പ്രശ്നമാണ്. ഒരു ഷോപ്പിൽ ഈ സാധനം വിൽക്കാൻ കൊണ്ടുവന്ന് വെക്കുന്നു. അവിടെ ഈ ഉൽപ്പന്നം വാങ്ങിക്കുന്ന ഒരാൾ അതിനകത്ത് മുടി കിടക്കുന്നത് കണ്ടെത്തി കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആരാണ് അതിന്റെ ഉത്തരവാദിത്തം പറയേണ്ടത്? ഇതിന് ക്വാളിറ്റി ചെക്കിങ് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് തന്ന ഞങ്ങൾ ഉത്തരവാദിത്തം പറയണ്ടേ? അത് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. നിങ്ങൾ സ്ഥാപനം നടത്തിക്കോളൂ, നിങ്ങൾ നല്ല രീതിയിൽ മുൻപോട്ട് പോയിക്കോളൂ. പക്ഷേ മെച്ചപ്പെട്ട സാധനം കൊടുക്കണം, ക്വാളിറ്റിയുള്ള സാധനം ജനത്തിന് കൊടുക്കണം. അല്ലാതെ ജനത്തെ കളിപ്പിക്കരുത്, ജനത്തെ രോഗിയാക്കരുത്. ഇത് കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഭക്ഷിക്കുന്ന സാധനമാണ്. ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ പറ്റില്ല. ഇത്രയും പറഞ്ഞപ്പോഴേക്കും എല്ലാ സാധനങ്ങളും കൂടി വാരി വലിച്ച് ആ ഗാർഡൻ ഏരിയയിൽ മുഴുവൻ എറിയുകയും തുടർന്ന് കലി അടങ്ങാതെ അനീഷ് വീണ്ടും ഈ ഓരോ ബോട്ടിലുകളും ചവിട്ടി പൊട്ടിക്കുകയാണ്. ആൾക്കാർ വന്ന് തടയുന്നുണ്ട്. ഇത് ഭക്ഷണമാണ്, ഇത് കഴിക്കേണ്ട സാധനമാണ്, ഇതിനെ ഇങ്ങനെ അവഹേളിക്കരുത്, ഇതങ്ങനെ ചെയ്യരുത്. കൂടെ നിൽക്കുന്ന ആൾക്കാർ മുഴുവൻ വിലക്കിയിട്ടും അനീഷ് ഓടി നടന്ന് ചവിട്ടി പൊട്ടിക്കുകയാണ്. ഒരു കാരണവശാലും നമുക്കതിനെ ന്യായീകരിക്കാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസവും ഇതുപോലെ ചില പരിപാടികളൊക്കെ അനീഷ് ചെയ്തിരുന്നു. പക്ഷേ അതിനകത്ത് ചില റീസണുകൾ അനീഷിന്റെ ഭാഗത്തു നിന്ന് പറയാനുണ്ടായിരുന്നു. അതുകൊണ്ട് അനീഷിനെ നമ്മൾ സപ്പോർട്ട് ചെയ്തു. പക്ഷേ ഇന്ന് ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അത് അനീഷിന്റെ ഭാഗത്തെ മാത്രം വീഴ്ചയാണ്. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസം 2 ടാസ്കുകൾ പരാജയപ്പെട്ടതാണ്. ഈ 2 ടാസ്കിലും ക്വാളിറ്റി ചെക്കിംഗ് ഓഫീസർമാർ എന്തായിരുന്നു അവരുടെ മുൻപിൽ വെച്ചിരുന്ന മാനദണ്ഡം എന്ന് കൃത്യമായിട്ട് അനീഷിന് അറിയാവുന്നതാണ്. ഇതെല്ലാം മനസ്സിലാക്കിയതിനു ശേഷമാണ് അനീഷ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള വീഴ്ച കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഉത്തരവാദിത്വം അനീഷിന്റെ ചുമലിൽ തന്നെയാണ്. പക്ഷെ അനീഷ് ഒരു തരത്തിലും അംഗീകരിക്കില്ല. അനീഷിന് ഈ പരാജയത്തെ അക്സെപ്റ്റ് ചെയ്യാൻ തന്നെ വളരെ പാടാണ്. അനീഷ് ബഹളമാണ്, പ്രശ്നമാണ്. അങ്ങനെ ടാസ്ക് തന്നെ നശിപ്പിച്ചു. അനീഷിന്റെ സാധനം മാത്രമല്ല, ഷാനവാസിന്റെയും ആര്യന്റെയും സാധനങ്ങൾ തല്ലിത്തെറിപ്പിച്ചു. ഇതിനിടയിൽ തുടക്കത്തിൽ തന്നെ ആര്യന്റെ പ്രോഡക്റ്റ് ആയിരുന്നു അവർ ക്വാളിറ്റി ചെക്കിന് വേണ്ടി പരിശോധിച്ചത്. അതിൽ 4 അപ്രൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ 4 എടുത്തു മാറ്റി വെച്ചിരുന്നത് കൊണ്ട് കഷ്ടിച്ച് അത് രക്ഷപ്പെട്ടു. അനീഷ് എല്ലാം കൂടി വാരി വലിച്ചെറിയുമ്പോൾ ഷാനവാസ് പിന്നിൽ കൂടി വന്ന് ഇവരെ അപ്രൂവ് ആക്കിയ ആര്യന്റെ 2 ബോട്ടിൽ മെല്ലെ എടുത്തു മാറ്റുന്നുണ്ട്. തുടർന്ന് ജിസൈലിന്റെ കയ്യിൽ കൊടുക്കുന്നു. അങ്ങനെ ടാസ്ക് ക്യാൻസൽ ആവുകയാണ്. പിന്നീട് ബിഗ് ബോസ് ആവശ്യപ്പെട്ടതിന് പ്രകാരം എല്ലാവരും കൂടി ലിവിംഗ് റൂമിലേക്ക് വരുന്നു. അവിടെയും ബഹളം നടക്കുകയാണ്.
അനീഷ് പറയുന്നത് നിങ്ങൾ മൈക്രോസ്കോപ്പ് വെച്ച് പരിശോധിച്ച് അതിനകത്ത് ഒരു കുഞ്ഞു മുടിക്കഷ്ണം കിടക്കുന്നത് കണ്ടതിനാണ് ഇത്രയും വലിയ പ്രശ്നമുണ്ടാക്കിയത്. ഞാൻ മനഃപൂർവ്വം അതിനകത്ത് മുടിയിട്ടിട്ടില്ല. അതൊരു പക്ഷേ അന്തരീക്ഷത്തിൽ കാറ്റടിച്ചപ്പോൾ പറന്നു വീണതാകാം. ഇല്ല എങ്കിൽ ക്വാളിറ്റി ചെക്കിന് വേണ്ടി ഞാൻ കൊണ്ടുവന്ന സമയത്ത് കാറ്റടിച്ചു വന്നതാകാം. അപ്പോൾ ഷാനവാസ് ചോദിക്കുന്നു, ക്വാളിറ്റി ചെക്കിന് വേണ്ടി ട്രാൻസ്പോർട്ട് ചെയ്ത് വരുന്ന സമയത്ത് ഇതൊക്കെ അടച്ചു മൂടിയല്ലേ കൊണ്ടുവരുന്നത്, പിന്നെ എങ്ങനെയാണ് അതിനകത്ത് മുടി വീഴുന്നത്? ഇത്രയും സമയം അനീഷിനെ സപ്പോർട്ട് ചെയ്ത് അനീഷിന്റെ ടീമായിട്ട് നിന്ന ആൾക്കാർ പോലും കാലുമാറി. അപ്പോഴും അനീഷ് പറയുന്നത്, നിങ്ങൾ മുഴുവൻ എന്നെ കാലുവാരിയാലും ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്തിരിക്കും. ഇത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ആ ഒരൊറ്റ ബോട്ടിൽ മാത്രമേ റിജക്റ്റ് ആക്കാൻ പാടുള്ളൂ, ബാക്കിയുള്ളതെല്ലാം അപ്രൂവൽ ആക്കിയേ പറ്റൂ. ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് വരികയാണ്. എന്താണ് നിങ്ങളുടെ തീരുമാനം? അപ്പോൾ അനുമോൾ പറയുകയാണ്, ബിഗ് ബോസ് 2 എണ്ണം ഞങ്ങൾ അപ്രൂവൽ ആക്കിയിട്ടുണ്ട്. ഒരു കമ്പനി ഉടമ ഇവിടെ വലിയ ഗുണ്ടായുസം കാണിക്കുകയും സാധനങ്ങളെല്ലാം നശിപ്പിച്ച് കളയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. 2 ബോട്ടിലാണ് ഞങ്ങൾ അപ്രൂവൽ ചെയ്തത്. ഓക്കെ, ആ അപ്രൂവ് ചെയ്ത ബോട്ടിൽ അത് എത്രയും വേഗം കൊണ്ടുവരിക, ഉടമയ്ക്ക് കൈമാറുക. ഇത്രയും കേട്ടുകൊണ്ട് ജിസൈൽ ഉടനെ ഓടുന്നുണ്ട് ഈ ബോട്ടിൽ എടുക്കുവാൻ വേണ്ടി അടുക്കളയ്ക്കകത്തേക്ക്. അങ്ങനെ അടുക്കളയിൽ നിന്നും ബോട്ടിലുമായിട്ട് തിരികെ വരുന്നു. ആ ബോട്ടിൽ അവിടെ കൊണ്ടുവച്ചു കഴിഞ്ഞപ്പോൾ അനുമോൾ ഒരു തരത്തിൽ അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാരണം ഇത് ഞാൻ അപ്രൂവലാക്കിയ സാധനമല്ല. പിന്നെ അവിടെ അതേ ചൊല്ലി ബഹളം ഉണ്ടാകുന്നു. ഒടുവിൽ അനുമോൾ പറയുന്നുണ്ട്, ഒരെണ്ണം അപ്രൂവൽ ആക്കിയതാണ്, ഒരെണ്ണം അംഗീകരിക്കാം. പക്ഷേ ജിസൈൽ ചാടി വീഴുന്നു. അനുമോളുമായിട്ട് ഭയങ്കര ബഹളം ഉണ്ടാവുകയാണ്. ഇത് 2 എണ്ണവും അപ്രൂവൽ ആക്കിയതാണ്, സമ്മതിക്കില്ല. ജിസൈലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഷാനവാസ് വരുന്നു. അപ്പോഴേക്കും എതിർപക്ഷം എഴുന്നേൽക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും കടുത്ത വാഗ്വാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ സാബുമാൻ പറയുന്നു, ഞങ്ങൾ അപ്രൂവൽ ചെയ്ത സാധനങ്ങളല്ല ഇത്, അതുകൊണ്ട് 2ഉം റിജക്ട് ചെയ്യുകയാണ്. സത്യത്തിൽ ഒരു രക്ഷയുമില്ലാത്ത ബഹളം മണിക്കൂറുകളോളം അവിടെ നടത്തിയത് കൊണ്ട് സഹികെട്ടിട്ടാണ് സാബുമാൻ ആ പ്രസ്താവന നടത്തിയത്. ഒരെണ്ണം അപ്രൂവൽ ആയതാണ്, അതും കൂടി റിജക്ട് ചെയ്യപ്പെട്ടു. അത് ആര്യന് ഭയങ്കര ഷോക്കായിപ്പോയി. ഒരെണ്ണമെങ്കിൽ ഒരെണ്ണം, ആ ഒരെണ്ണം അപ്രൂവൽ ആക്കിയതാണ്, നീ അനാവശ്യമായിട്ട് ഇടപെട്ടത് കൊണ്ടാണ് ആ ഒരെണ്ണം കൂടി ഇല്ലാതെയായി പോയത് എന്ന് പറഞ്ഞ് ആര്യനും ജിസൈലും തമ്മിൽ ഭയങ്കര വഴക്ക്. എന്തായാലും ക്വാളിറ്റി ചക്രന്മാർ ഒറ്റ ബോട്ടിൽ പോലും തങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടില്ല എന്ന് ബിഗ് ബോസിനോട് പറഞ്ഞതിന് പ്രകാരം ഈ ടാസ്കും ക്യാൻസൽ ചെയ്തിരിക്കുന്നു, പിരിഞ്ഞു പോകാം എന്ന് പറഞ്ഞ് എല്ലാവരെയും അവിടെ നാട്ടിപ്പയക്കുകയാണ് ബിഗ് ബോസ്. അടുത്തതായി കാണുന്നത് ജിസൈൽ ഉറഞ്ഞു തുള്ളുകയാണ്. അനുമോളാണ് എല്ലാറ്റിന്റെയും പ്രശ്നക്കാരി എന്ന രീതിയിൽ അനുമോൾക്കെതിരെ സംസാരിക്കുന്നു. പുതുതായി വന്ന സാബുമാനെതിരായിട്ട് സംസാരിക്കുന്നു. ആര്യൻ അപ്പോൾ ജിസൈലിനെ തിരുത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നു. തുടർന്ന് വീട്ടിലുള്ള എല്ലാവരും കൂടി ജിസൈലിന്റെ നെഞ്ചത്ത് കയറുവാൻ വേണ്ടി പാഞ്ഞെടുക്കുന്നു. അങ്ങനെ ആകെ കൂടി ബഹളം. അടുത്തത് ഈ കോലാഹലമെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ ഒന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നുള്ള ചിന്തയിൽ അനീഷ് ഒരു മൂലയ്ക്ക് പോയി ഒതുങ്ങിയിരിക്കുകയാണ്. അവിടേക്ക് ചെന്നിട്ട് ലക്ഷ്മി പറയുന്നുണ്ട്, ഇന്നിവിടെ നടന്ന മുഴുവൻ പ്രശ്നങ്ങളുടെയും ഉത്തരവാദി അത് അനീഷ് ഏട്ടൻ മാത്രമാണ്. ഇങ്ങനെയാണോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? തോൽവി അംഗീകരിക്കാൻ ആദ്യം പഠിക്കണം. ഒരു സംരംഭം നടത്തുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ കൊണ്ടുപോകണം. അതിൽ വൃത്തി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? തെറ്റ് ചെയ്തതും പോരാ, മറ്റുള്ളവരുടെ മേലിലേക്ക് നിങ്ങൾ ആ കുറ്റം ആരോപിക്കുന്നു. നിങ്ങൾ എന്തൊക്കെയാണ് അവിടെ കാട്ടിക്കൂട്ടിയത്? ഇത് കഴിക്കുന്ന സാധനമല്ലേ, അത് വാരി വലിച്ചെറിഞ്ഞിട്ട് അതിന്റെ മുകളിൽ കയറി ചവിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മോശമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് മുഴുവൻ ഉത്തരവാദിത്വവും അനീഷേട്ടന്റെ തന്നെയാണ്. എല്ലാം കേട്ടിട്ടും കമാന്നൊരക്ഷരം ഉരിയാടാതെ അനീഷ് മൗനമായിരിക്കുകയാണ്. തുടർന്ന് ലക്ഷ്മി നേരെ ചെല്ലുന്നത് അടുക്കള ഭാഗത്തേക്കാണ്. അവിടെ ജിസൈൽ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജോലി മാത്രമല്ല, ആ കൂട്ടത്തിൽ വഴക്കും നടക്കുന്നുണ്ട്. അല്പനേരം ഇതെല്ലാം വീക്ഷിച്ചതിനു ശേഷം ലക്ഷ്മി ജിസൈലിനെ കാര്യമായിട്ട് അങ്ങ് പൊങ്കാലയിടുന്നുണ്ട്. അവൾ ഇങ്ങോട്ട് വന്ന സമയത്ത് ആദ്യം തന്നെ അവൾ തുറന്നടിച്ചത്, എനിക്ക് മലയാളം നന്നായിട്ട് അറിയാവുന്നതാണ്. എന്നാൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിയുമ്പോഴേക്കും ഉടനെ അവൾ പറയും, എനിക്ക് മലയാളം അറിയത്തില്ല, ആ പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായില്ല, എനിക്ക് നന്നായിട്ട് മലയാളം അറിയാത്തത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ പറയേണ്ടി വന്നത്, എനിക്ക് ഒന്നും അറിയത്തില്ല, ഉരുളക്കിഴങ്ങിന്റെ പേരെന്താ, ഉള്ളിയുടെ പേരെന്താ, ഇതൊക്കെ ചോദിച്ചുകൊണ്ട് അവൾ നടക്കും. മലയാളം അറിയാത്ത നീ എന്തിനാണ് മലയാളം ബിഗ് ബോസിൽ വന്നത്? എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ അൺപാർലമെന്ററി വേർഡ്സ് ഉപയോഗിക്കുക. എന്നിട്ട് മലയാളം അറിയത്തില്ല എന്ന് പറഞ്ഞ് തടി തപ്പാൻ വേണ്ടി ശ്രമിക്കുക. ആൾക്കാരുടെ വിമർശനത്തെ ഭയന്നിട്ട് അവർക്ക് ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കുക, ആലു പൊറോട്ട ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞാൻ നിനക്ക് ചപ്പാത്തി ഉണ്ടാക്കി തന്നില്ലേ, പൊറോട്ട ഉണ്ടാക്കി തന്നില്ലേ എന്ന് പറയുക. ആൾക്കാരുടെ എല്ലാം വായടക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതെല്ലാം കാണിച്ചു കൂട്ടിയിട്ട് എനിക്ക് മലയാളം അറിയത്തില്ല എന്ന് പറയുക. കൂടെ കൂടെ ഹ്യൂമാനിറ്റി പറഞ്ഞുകൊണ്ട് നടക്കുക. സ്വന്തമായിട്ടൊരു ഗെയിമില്ല, ഗെയിം കളിക്കാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ വീട്ടിലിരിക്കണം, ഇങ്ങോട്ട് വരരുത്. അടുക്കളക്കകത്തേ ഉള്ളൂ നിന്റെ ഗെയിം. അടുക്കളക്കകത്തേക്ക് നിന്നെ കയറ്റിയില്ലെങ്കിൽ അതോടുകൂടി നിന്റെ ഗെയിമും കഴിഞ്ഞു. നീ എന്തിനാണ് വെറുതെ ഈ ആര്യനെ കൂടെ ബുദ്ധിമുട്ടിക്കുന്നത്? അവൻ അവന്റെ ഗെയിം കളിക്കട്ടെ, അതിനുപോലും നീ അവനെ സമ്മതിക്കില്ലല്ലോ. അയ്യോ, ഇത് വല്ലാത്തൊരു അടിയായിപ്പോയി. ഇത്രയും നാളും പല ആൾക്കാരും രഹസ്യമായിട്ട് പറഞ്ഞുകൊണ്ട് നടന്നത് മുഖത്ത് നോക്കി പറയാൻ ലക്ഷ്മി മുൻപോട്ട് വന്നു. ആ ചങ്കുറ്റം അത് സമ്മതിച്ചേ പറ്റുള്ളൂ. കാരണം ജിസൈലിനോട് മാത്രം സംസാരിക്കാൻ ആ വീട്ടിലെ ഗുണ്ടകൾക്കും ഗുണ്ടികൾക്കും ആർക്കും നാക്കില്ല.
ജിസൈലിനോട് പറയേണ്ടതെല്ലാം പരസ്പരം ഗ്രൂപ്പുകളിൽ മാത്രം ചർച്ച ചെയ്ത് ജിസൈലിനെതിരായിട്ട് ഒരു ജനവികാരം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷേ ജിസൈലിന്റെ മുഖത്ത് നോക്കി സംസാരിക്കുവാൻ ഒരാൾക്ക് പോലും കപ്പാസിറ്റി ഇല്ല. എന്നാൽ എല്ലാം കൂടെ തീർത്ത് ലക്ഷ്മി ഇന്ന് നല്ല ഒന്നാന്തരമായി അടിച്ചണ്ണാക്കി കൊടുത്തിട്ടുണ്ട്. ലക്ഷ്മി ഇത്രയും സംസാരിച്ചിട്ട് എതിർത്തൊരു വാക്ക് പറയാൻ പറ്റാതെ ജിസൈൽ മൗനമായിട്ട് ഉരുളക്കിഴങ്ങും മെഴുക്കുപുരട്ടിയും ഉണ്ടാക്കിക്കൊണ്ട് എല്ലാം കേട്ടു നിന്നു. കാരണം തിരിച്ചൊന്നും പറയാനില്ല. അടുത്തത് അനീഷ് മെല്ലെ അനുമോളുടെയും ഷാനവാസിന്റെയും അരികിൽ ചെന്നിട്ട് തനിക്ക് സംഭവിച്ച മിസ്റ്റേക്കുകളെ കുറിച്ചൊക്കെ പറയാതെ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ അവരോട് ആ സമയത്ത് തന്നെ ക്ഷമ പറഞ്ഞതായിരുന്നു മുടി അതിനകത്ത് കിടന്നതിന്. അത് മാത്രം മാറ്റി വെച്ചിട്ട് അവർക്ക് ബാക്കിയുള്ളതിന് അപ്രൂവൽ തരാമായിരുന്നു. അത് ചെയ്തില്ല. എൻ്റെ ഒരു സ്ഥാപനമല്ലേ, ആ സ്ഥാപനത്തിൽ എന്നെ വിശ്വസിച്ച് നടക്കുന്ന ഒരു കൂട്ടം തൊഴിലാളികളില്ലേ, അവരുടെ കാര്യം ഞാനല്ലേ ചെയ്യേണ്ടത്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ ഷാനവാസ് ചോദിക്കുന്നുണ്ട്, അതെങ്ങനെയാണ് ഒരു ബോട്ടിൽ മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതിന് അപ്രൂവൽ തരാൻ പറ്റുന്നത്? നീ ഉണ്ടാക്കിയ സാധനം അതെല്ലാം കൂടി ഒരു പാത്രത്തിലിട്ടല്ലേ ഉണ്ടാക്കുന്നത്? ആ പാത്രത്തിൽ നിന്നല്ലേ എല്ലാ ബോട്ടിലുകളിലേക്കും ഫില്ല് ചെയ്യുന്നത്. ആ സമയത്ത് ആ പാത്രത്തിനകത്തുനിന്നാണ് ഈ മുടി വീണിരിക്കുന്നത്, അല്ലാതെ ബോട്ടിലിനകത്ത് മുടിയില്ലായിരുന്നു. ബോട്ടിലിനകത്ത് മുടി ഏത് രീതിയിൽ വേണമെങ്കിലും വരാമല്ലോ, പാത്രത്തിൽ നിന്ന് തന്നെ വരണമെന്ന് നിർബന്ധമുണ്ടോ? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ശാഠ്യം പിടിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ന്യായീകരിക്കുവാൻ ശ്രമിക്കുകയാണ്. എന്നിട്ട് അനീഷ് പറയുന്നുണ്ട്, മാഡം ഇവൻ ഉണ്ടാക്കിയ ഓറഞ്ച് ജ്യൂസിന്റെ മുകളിലേക്ക് നിങ്ങൾ നോക്കിയില്ലേ, ശ്രദ്ധിച്ചില്ലേ? അതിനകത്ത് ചെറിയ കറുത്ത കറുത്ത പൊടികളൊക്കെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഷാനവാസ്, അത് നിനക്ക് മനസ്സിലായില്ലല്ലേ? അത് കരടും പൊടിയും ഒന്നും അല്ല. ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് വേണ്ടി ഓറഞ്ച് ജ്യൂസിന്റെ മുകളിൽ കസ്കസ് വിതറിയതാണ്, അല്ലാതെ കരടാണെന്നും പറഞ്ഞുകൊണ്ട് നീ തെറ്റിദ്ധരിക്കണ്ട. തൊട്ടു പിന്നാലെ അനുവും ഷാനവാസും തമ്മിലുള്ള ഒരു വഴക്കാണ്. ഇന്ന് മട്ടൻ കറി ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ മട്ടൻ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിനകത്തുനിന്ന് അവസാനം ഷാനവാസ് ഒരു സ്പൂണിൽ അല്പം കോരിയിട്ട് ആ സ്പൂണിൽ നിന്ന് തന്നെ 2 വിരലുകൾ കൊണ്ടെടുത്ത് വായിലേക്ക് വെക്കുന്നുണ്ട്. തുടർന്ന് ആ സ്പൂണ് ആ കറിപ്പാത്രത്തിനകത്തേക്ക് ഇടുന്നു. ഇത് ലക്ഷ്മിയെ വല്ലാതെ അങ്ങ് ചൊടിപ്പിച്ചു. ലക്ഷ്മി അതൊരു വലിയ ഇഷ്യൂ ആക്കുന്നു. തുടർന്ന് 2 ആൾക്കാരും തമ്മിൽ അവിടെ കുറെ നേരം വലിയ ബഹളം നടത്തുന്നുണ്ട്. അതിനുശേഷം ബിന്നിയും അനീഷും തമ്മിലുള്ള ഒരു ബഹളമാണ് പിന്നെ കാണുന്നത്. ആ ബഹളത്തിന്റെ കാരണം അനീഷിന്റെ നിലപാട് മാറ്റത്തെക്കുറിച്ച് ബിന്നി കാര്യമായിട്ട് ട്രോളുന്നതാണ്. അതായത് ഒറ്റയാനാണെന്നും പറഞ്ഞുകൊണ്ട് ഇവിടേക്ക് വന്നതാണ്. പക്ഷേ അത് ഏറ്റവും വലിയ കള്ളത്തരമായിരുന്നു. ഒറ്റയാൻ ഇപ്പോൾ ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നു. ഷാനവാസിനെ കണ്ണിന് കണ്ടുകൂടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട തന്റെ കൂട്ടുകാരൻ ഷാനവാസായി മാറിയിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ട്രോളുകയാണ്. അങ്ങനെ ട്രോളാൻ ഒരു കാരണമുണ്ട്. ഇന്ന് അവിടെ ഒരു ഡിബേറ്റ് നടന്നിരുന്നു. ആ ഡിബേറ്റ് അറുബോറാക്കി വളരെ മനോഹരമായിട്ട് ചെയ്യേണ്ട ഒരു ഡിബേറ്റ് ആയിരുന്നു. നശിപ്പിച്ച് നാഗണ്ട കഞ്ഞിയാക്കിയെന്ന് വേണം പറയാൻ. ആ ഡിബേറ്റ് ശരിക്കും എപ്പിസോഡിൽ പ്രദർശിപ്പിച്ചില്ല. കാരണം അതിന്റെ നിലവാരം അത്രമാത്രം ബോറായിരുന്നു. ഈ ഡിബേറ്റിനിടയിൽ വെച്ച് അനീഷിന്റെ ഈ നിലപാട് മാറ്റമൊക്കെ ചോദ്യം ചെയ്യപ്പെട്ടു. അനീഷിന് മറുപടിയില്ലായിരുന്നു. ഈ ചത്ത പോലെ കിടന്നേക്കാം എന്ന് പറഞ്ഞതുപോലെ ഒന്നും കേൾക്കുന്നില്ല എന്നുള്ള രീതിയിൽ എങ്ങാണ്ടോട്ട് നോക്കി അനീഷ് അരമണിക്കൂറോളം മൗനമായിട്ടിരുന്നു. അതിനെയാണ് ഇപ്പോൾ ബിന്നി ചോദ്യം ചെയ്യുന്നത്. അവിടെ ചിരിച്ചോണ്ട് നിൽക്കുകയാണ് അനീഷ്, മറുപടി ഒന്നുമില്ല. പിന്നീട് കാണുന്ന ഒരു കാഴ്ച, അനീഷിന്റെ ഒരു കോയിൻ നഷ്ടപ്പെട്ടു. ഈ കോയിൻ ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ ജീത്തു ജോസഫും ആസിഫ് അലിയും അപർണ ബാലമുരളി, അർജുൻ ഇവരൊക്കെ വന്ന സമയത്ത് ഈ സിനിമാ കഥ പറഞ്ഞായിരുന്നല്ലോ, അനീഷ് ആയിരുന്നു ഗംഭീരമായിട്ട് അത് അവതരിപ്പിച്ചത്, അനീഷും ടീമും. അപ്പോൾ ആ ടീമിന് വേണ്ടി ഒരു കോയിൻ അവർ കൊടുത്തിരുന്നു. ആ കോയിൻ ചോക്ലേറ്റ് ക്ലെയിം ചെയ്യാനുള്ളതാണ്. ഏത് സമയത്ത് വേണമെങ്കിലും ബിഗ് ബോസിന്റെ കയ്യിൽ ഈ കോയിൻ കൊടുത്തു കഴിഞ്ഞാൽ ചോക്ലേറ്റ് കിട്ടും. ഈ കോയിൻ അനീഷ് കൊണ്ടുവന്ന് തന്റെ ബെഡിന്റെ കീഴിൽ വെച്ചിരിക്കുകയായിരുന്നു. അവിടെ പോയി ആദിലെ അത് മോഷ്ടിച്ചു. ആരാണ് മോഷ്ടിച്ചതെന്ന് ആർക്കും അറിയില്ല. ആദിലെയാണ് മോഷ്ടിച്ചെടുത്തിരിക്കുന്നതെന്ന് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് അനുമോൾക്ക് മനസ്സിലാവുന്നുണ്ട്. അത് വെച്ചിട്ട് ഗെയിം കളിക്കുവാൻ വേണ്ടി അനീഷിന്റെ അടുക്കിലേക്ക് അനുമോൾ എത്തുകയാണ്. അനുമോൾ പറയുന്നു, ഏകദേശം അതെടുത്തത് ആരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്, കുറച്ചുകൂടി ഒന്ന് അന്വേഷിക്കണം, അത് ഞാൻ കണ്ടുപിടിച്ച് ആ കോയിൻ മേടിച്ച് അനീഷ് ചേട്ടൻ്റെ കയ്യിൽ തരാം. പക്ഷേ ചോക്ലേറ്റ് കിട്ടുമ്പോൾ എനിക്ക് എത്ര തരും? അനീഷ് പറയുന്നു, ഒന്നും തരില്ല, ഞാനത് ഈ വീട്ടിലുള്ള എല്ലാ ആൾക്കാർക്കും കൂടി തുല്യമായി വീതിക്കും. അത് പറഞ്ഞാൽ പറ്റില്ല, ആർക്കും കിട്ടില്ല, ആ കോയിൻ നഷ്ടപ്പെട്ടു പോകത്തേ ഉള്ളൂ, ഞാനത് വാങ്ങിത്തരാം, എടുത്തു തരാം. അങ്ങനെ ഞാനത് വീണ്ടെടുത്ത് തന്നാൽ എനിക്ക് ചോക്ലേറ്റിനകത്തുനിന്ന് കാര്യമായിട്ട് ഒരു പങ്ക് തരണം. എത്ര തരും? ഒരു ബാറാണ് കിട്ടുന്നത്. അങ്ങനെ ഒരു ബാർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എത്ര തരും? ആ ബാറിനകത്ത് 21 എണ്ണം ഉണ്ടെങ്കിൽ 11 എണ്ണം അനുമോൾക്ക് കൊടുക്കാമെന്നൊടുവിൽ അനീഷ് മനസ്സില്ലാ മനസ്സോടെ സമ്മതിക്കുകയാണ്. പക്ഷെ ഈ സംഭാഷണം ഷാനവാസ് കേൾക്കുന്നു. ഷാനവാസിനറിയാം ആദിലയുടെ കയ്യിലാണ് ഈ കോയിൻ ഇരിക്കുന്നതെന്ന്. അതുകൊണ്ട് ഈ അടുപ്പിൽ ഊതുന്നവന്റെ ആസനത്തിൽ ഊതുക എന്ന് പറയുന്ന പരിപാടി അടുത്ത നിമിഷം തന്നെ ഷാനവാസ് അപ്ലൈ ചെയ്യുകയാണ്. ആദിലയോട് പോയി പറയുകയാണ്, 11 എണ്ണം വാങ്ങിക്കൊണ്ട് കോയിൻ കൊടുക്കാമെന്ന് അനുമോള് അനീഷിനോട് സമ്മതിച്ചിട്ടുണ്ട്. അതൊരിക്കലും നമ്മൾ എഗ്രി ചെയ്യാൻ പാടില്ല. നമ്മുടെ അടുക്കൽ വരും കോയിന് വേണ്ടി. ആ സമയത്ത് ഈ 11 എണ്ണത്തിന്റെ ഡീലുമായിട്ടായിരിക്കും വരുന്നത്.
അപ്പോൾ നമ്മൾ ഒരു കണ്ടീഷൻ അങ്ങോട്ട് വെക്കും, 11 നടക്കില്ല, ആ ഒരു ബാർ മുഴുവൻ നമ്മുടെ കയ്യിൽ തരികയാണെന്നുണ്ടെങ്കിൽ കോയിൻ നമ്മൾ തിരിച്ചങ്ങോട്ട് തരുമെന്ന്. ആദിലയുടെ കയ്യിൽ ഈ സാധനം ഉണ്ടെന്നുള്ളത് അനുമോള് കൊടുത്ത ഹിന്റാണ് ഷാനവാസിന്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഷാനവാസ് ഇപ്പുറത്തുകൂടി വന്ന് ആദിലയെയും നൂറയും സ്വാധീനിച്ച് അനുമോളെ വെട്ടി. എപ്പിസോഡിന്റെ അവസാനത്തിൽ കാണുന്ന മറ്റൊരു ബഹളമാണ്. അത് ഷാനവാസുമായിട്ടാണ് പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നത്. സംഭവം ഇതാണ്: ബിന്നിയും സാബുമാനും കൂടി ചപ്പാത്തിക്ക് പരത്തിക്കൊണ്ടിരിക്കുകയാണ്. ബിന്നിയാണ് കിച്ചൺ ക്യാപ്റ്റൻ. കിച്ചൺ ഡ്യൂട്ടിയിൽ തന്നെയുള്ള ആളാണ് ഷാനവാസ്. ഷാനവാസിനെ വിളിക്കുകയാണ് ചപ്പാത്തി പരത്താൻ വേണ്ടി. പക്ഷെ ഷാനവാസ് ചെല്ലില്ല. അതിന്റെ കാരണം കിച്ചൺ ഡ്യൂട്ടിയിൽ തന്നെയുള്ള മറ്റൊരു വ്യക്തി ലക്ഷ്മിയുമായിട്ടുള്ള പ്രശ്നമാണ്. അതായത് മട്ടൻ കറി ഉണ്ടാക്കിയ സമയത്ത് ആ സ്പൂണിൽ അല്പം എടുത്തിട്ട് അത് വിരലുകൊണ്ടെടുത്ത് താൻ വായിൽ വെച്ചു. അതിന്റെ പേരിൽ ലക്ഷ്മി ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. ആ ഒരു വിഷയമാണ് ഇപ്പോൾ ഷാനവാസ് ചൂണ്ടിക്കാണിക്കുന്നത്. ചപ്പാത്തി പരത്തുന്നത് കൈകൊണ്ട് തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ അത് ഹൈജീൻ പ്രശ്നമാവില്ലേ? അങ്ങനെ കൈകൊണ്ടുണ്ടാക്കുന്ന സാധനമൊന്നും ആരും കഴിക്കരുത്. അപ്പോൾ ഞാൻ പരത്തുമെന്ന് കണ്ട് നിങ്ങൾ ആരും വെള്ളമിറക്കണ്ട. ഇത് കേട്ടുകൊണ്ട് ലക്ഷ്മിയുടെ കൊട്ടേഷൻ വെറുതെ പണിയെടുക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഓരോരോ ഉടായ്പകളാണ്. അപ്പോൾ അനുമോള് കിടക്കി കയറി പറയുന്നുണ്ട്, ആരാണ് ഇവിടെ പണിയെടുക്കാത്തത്? കിച്ചൺ ക്യാപ്റ്റനായ ബിന്നിയാണ് പണിയൊന്നും എടുക്കാത്തത്. ഇന്ന് രാവിലെ ആദ്യത്തെ പണി മുഴുവൻ തീർത്തത് ഷാനവാസാണ്. പിന്നെ കറികളെല്ലാം വെച്ചത് ഞാനാണ്. സവാള അരിഞ്ഞത് നെവിനായിരുന്നു. വേണ്ട പണികളെല്ലാം മറ്റുള്ള ആൾക്കാരൊക്കെ ചെയ്തു. ബിന്നി തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല. അങ്ങനെയുള്ളപ്പോൾ ഇനി വൈകിട്ടത്തേക്കുള്ള ചപ്പാത്തി ബിന്നി ഉണ്ടാക്കട്ടെ. ബിന്നി കട്ടായം പറയുകയാണ്, പണിയെടുക്കാൻ വരാത്തവർക്ക് ഫുഡ് തരില്ല. ഷാനവാസിനെ വിളിച്ചിട്ട് ചെല്ലുന്നില്ല. അപ്പൊ ഷാനവാസിനോട് പറയുകയാണ്, നിങ്ങൾക്ക് വൈകിട്ട് കഴിക്കാൻ തരില്ല. ഷാനവാസ് പറഞ്ഞു, പോയി പണി നോക്ക്, എനിക്ക് കഴിക്കാൻ വേണ്ട. അടുത്തതായി കാണുന്ന ദൃശ്യം പാതിരാത്രി 1 മണി കഴിഞ്ഞുള്ള സംഭവമാണ്. ആൾക്കാർ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു കലാപരിപാടി ആരംഭിച്ചിട്ടുണ്ട്. ബോഡി ലോഷൻ കൊണ്ടുവന്ന് ആൾക്കാരുടെ മുഖത്തും ചെവിയിലും അതുപോലെ കാലിലും കയ്യിലുമൊക്കെ ഈ ഉറങ്ങിക്കിടക്കുന്ന ആൾക്കാരുടെ പുതപ്പ് മാറ്റിയിട്ട് അങ്ങനെ ഒഴിച്ചു പുരട്ടി വെക്കുക. ആദിലയാണ് ഇത് തുടങ്ങി വെച്ചത്. കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിലൊക്കെ ഇത് കാണുന്നുണ്ടായിരുന്നു. ഇന്ന് ആദില ഉറങ്ങിക്കിടക്കുമ്പോൾ അനുമോള് പോയി ഇതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ ആദില ഈ സമയത്ത് ഞെട്ടി ഉണരുകയും അനുമോളെ പിടിച്ച് തന്നോട് ചേർത്ത് അടക്കി കിടത്തുകയാണ്. ഈ സമയത്ത് ജിഷിൻ വന്നിട്ട് അനുമോളുടെ ദേഹത്ത് മുഴുവനും ഈ ലോഷൻ വാരി ഒഴിക്കുന്നുണ്ട്. അനുമോള് ആകെ പെട്ടു. ഇതൊക്കെ കണ്ടന്റ് ക്രിയേഷൻ ആണെന്നായിരിക്കാം ഇവരൊക്കെ ചിന്തിക്കുന്നത്. ഈ പാതിരാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോഴും കണ്ടന്റ് ഉണ്ടാക്കുവാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന കുറച്ച് നാരീരത്നങ്ങൾ. ഇവർക്ക് ഇത് രസകരമായൊരു വിനോദമാണ്. പക്ഷെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഇത് അങ്ങേയറ്റം ചൊറിച്ചിലുണ്ടാക്കുന്ന ഒരു കാര്യവും കൂടിയാണ്. എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം.